സോ ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ മൂന്നാമത്തെ ദിവസമാണ്. എപ്പിസോഡ് 3ന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ തന്നെ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾ 20 കണ്ടസ്റ്റൻസ് വെച്ച് ഒരു 2 ദിവസങ്ങൾ ടാസ്കുകൾ നടത്തി, അതിൽ ഇൻഫിനിറ്റി പെൻഡന്റുകൾ നൽകി, അതിൽ ഡേഞ്ചർ സോണിൽ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇവരെ എല്ലാം ഉൾപ്പെടുത്തി 40 കണ്ടസ്റ്റൻസിനെയും ഫേസ് ടു ഫേസ് ആദ്യം നടക്കുന്ന ഒരു ടാസ്കുകളും അല്ലെങ്കിൽ ഒരു എവിക്ഷൻ ടാസ്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത്. അപ്പൊ 40 കണ്ടസ്റ്റൻസിനെയും ഇവര് 10 കണ്ടസ്റ്റൻസ് ഉള്ള 4 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. അവരവിടെ ഇരുന്നിരുന്ന ആ ഒരു ഓർഡറിൽ തന്നെ 4 ഗ്രൂപ്പുകളായിട്ടാണ് ഇന്ന് തിരിച്ചിരിക്കുന്നത്. 4 ഗ്രൂപ്പിൽ നിന്നും ഒരു ക്യാപ്റ്റനെ വെച്ച് തെരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ജഡ്ജസ് ആയിട്ടുള്ള അഖിൽ മാരാർ, അതുപോലെ തന്നെ രഞ്ജിനി, റിയാസ്. സോ 10 വീതമുള്ള ഓരോ ഗ്രൂപ്പിൽ നിന്നും എല്ലാവരും കൂടെ ചേർന്ന് ഓരോ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്നു. ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഡേഞ്ചറസ് സോണിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ ക്യാപ്റ്റൻ ആകാൻ സാധിക്കത്തില്ല. ക്യാപ്റ്റൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെറിയ പ്രിവിലേജും കാര്യങ്ങളും ഒക്കെ ഇൻഫിനിറ്റി പെൻഡന്റ് ഉള്ളതുപോലെ തന്നെ അവർക്കും ലഭിക്കുന്നതായിരിക്കും. എനിവേസ് എല്ലാവരും കൂടെ ചേർന്ന് ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ ക്യാപ്റ്റന്മാരെ തെരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ടീം എയിൽ നിന്ന് തഷിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രണവാണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് അതായത് ടീം സിയിൽ നിന്ന് അഭിരാം തെരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ തന്നെ ടീം ഡി അതായത് നാലാമത്തെ ഗ്രൂപ്പിൽ നിന്നും യങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ലോലിതയാണ് ക്യാപ്റ്റൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. സോ ഈ 4 ടീമുകൾക്കും ടാസ്കുകൾ കൊടുക്കുകയാണ്. സെയിം ടാസ്കുകളാണ്. സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ലൈൻ ബൈ ലൈൻ ആയിട്ട് നിൽക്കുക. ഓരോരുത്തർ വന്നിട്ട് സ്റ്റോപ്പ് വാച്ച് പ്രസ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇവർക്ക് കൊടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. 60 സെക്കൻഡിന്റെ നിയർ ബൈ ഏരിയയിൽ എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിരിക്കണം. അതായത് ടീം അംഗങ്ങൾ പ്ലാൻ ചെയ്ത് ഓരോരുത്തരായിട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്യുക. അവരുടെ ഒരു ടൈം പീരീഡ് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ ഓരോരുത്തർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ഈ 60 സെക്കൻഡ്സിന് നിയർ ബൈ ഏരിയയിൽ ഏറ്റവും നിയർ ബൈ ഏരിയയിൽ സ്റ്റോപ്പ് ചെയ്യുന്ന എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഏറ്റവും നിയർ ബൈ ഏരിയയിൽ ടൈം എടുത്തിരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ആ ഒരു ടീമാണ് ജയിക്കാൻ പോകുന്നത്. സോ ഓരോ ഗ്രൂപ്പുകൾക്കും അവസരം കൊടുക്കുകയാണ്. ടീം എയിൽ നിന്ന് നമ്മുടെ തഷിയുടെ ടീമാണ് ആദ്യം വന്നത്. അവരെടുത്തിരിക്കുന്ന ടൈം പ്രോപ്പർ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ചെറിയ മിസ്റ്റേക്കുകൾ ചിലർ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നതിൽ ചെറിയ ഇതെന്നുണ്ടെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ട് 44.75 സെക്കൻഡ്സ് ആണ് അവര് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. സോ ടീം ബിയിൽ നിന്ന് വന്നപ്പം ഭയങ്കര മിസ്റ്റേക്കുകൾ, സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത്, സ്റ്റോപ്പ് വാച്ചിന്റെ പ്രസ്സിംഗ് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും 42.62 സെക്കൻഡിൽ ടീം ബി അതായത് നമ്മുടെ പ്രണവിന്റെ ടീമായിട്ടുള്ള ടീം ബി 42.62 സെക്കൻഡിൽ അവർ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ടീം സി ആണ് നമ്മുടെ അഭിരാം എത്തിയിരിക്കുന്നത്. അവർ ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ടാസ്ക് ചെയ്തിരുന്നത്. ഓരോരുത്തരും അതായത് ലാസ്റ്റ് പേഴ്സൺ ഒഴികെ ബാക്കി എല്ലാവരും 9 കണ്ടസ്റ്റൻസും ഓരോ സെക്കൻഡ്സ് വീതം എടുക്കുക. ഇതിന് ശേഷം ലാസ്റ്റ് വരുന്ന പേഴ്സൺ കൗണ്ട് ചെയ്ത് ഏകദേശം 50 സെക്കൻഡ്സിന് മുകളിൽ കൗണ്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെയാണ് അവർ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പോലും ടീമിനുള്ളിൽ ഒരു എന്താ പറയുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷനോ അല്ലെങ്കിൽ എല്ലാവരുടെയും കൂടി ഒരു തീരുമാനങ്ങളോ ഒന്നും എടുക്കാതെ കുറച്ചു പേർ മാത്രം വന്ന് ചെയ്തത് കൊണ്ട് തന്നെ അത് പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. എനിവേസ് അവരാണ് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ടൈമിൽ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തത്. 33.96 സെക്കൻഡ്സിനുള്ളിൽ തന്നെ അവര് സ്റ്റോപ്പ് വാച്ച് എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ വന്നത് ടീം ഡി ആണ്. നമ്മുടെ ലോലിത, ഏറ്റവും യങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ക്യാപ്റ്റൻ ആയിട്ടിരിക്കുന്ന ലോലിതയുടെ ടീം ഡി വന്ന് ഏറ്റവും അതായത് 51.18 സെക്കൻഡ്സ് അവര് എടുത്തു. പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഓരോ കണ്ടസ്റ്റൻസും 5-6 സെക്കൻഡ്സുകൾ 10 സെക്കൻഡ്സുകൾ നിയർ ബൈ പ്ലാൻ ചെയ്ത് പ്രസ് ചെയ്ത് 51.18 സെക്കൻഡ്സിൽ അവര് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ടാസ്ക് വിൻ ചെയ്തിരിക്കുകയാണ്. സോ ഇതിൽ നിന്നാണ് ഇനി ട്വിസ്റ്റുകൾ വരാൻ പോകുന്നത്, നമ്മുടെ എവിക്ഷൻ നടക്കാൻ പോകുന്നത്. എവിക്ഷൻ നടക്കുന്നതോടൊപ്പം തന്നെ പല ഇവർക്ക് കൊടുത്തിരുന്ന പ്രിവിലേജുകളും നഷ്ടപ്പെടാനും തിരിച്ചു കിട്ടാനും എടുക്കാനും ഒക്കെ പോകുന്ന ഓരോ സംഭവങ്ങൾ നടക്കാൻ പോകുന്നത് ഇനിയാണ്. സോ ഈ ഒരു മൂന്നാമത്തെ ദിവസത്തെ ടാസ്ക് അതായത് എവിക്ഷൻ ടാസ്ക് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. 4 ടീമുകളിൽ നിന്ന് ടീം സി ആണ് ഏറ്റവും വേസ്റ്റ് ആയിട്ട് ടൈമിൽ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരിൽ 10 പേരാണ് ഈ ഒരു ഡേഞ്ചർ സോണിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ഡേഞ്ചർ സോണിൽ വന്നതുപോലെ തന്നെ ഇവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി പെൻഡന്റ്, ഈ ഒരു ടീമിലുള്ള ഇൻഫിനിറ്റി പെൻഡന്റ് നേടിയ അതായത് കഴിഞ്ഞ ആദ്യ 2 എപ്പിസോഡുകളിലായിട്ട് വിജയിച്ച് ആ ഒരു ടാസ്കുകളിൽ വിജയിച്ച് ഇൻഫിനിറ്റി പെൻഡന്റ് നേടി കുറച്ച് പ്രിവിലേജും കാര്യങ്ങളും ഒക്കെ പിന്നീട് അവർക്ക് ലഭ്യമാകുന്ന ഇൻഫിനിറ്റി പെൻഡന്റ് നേടിയ 2 പേരുടെ തോറ്റ ടീമിൽ നിന്ന് 2 പേർ അതായത് നമ്മുടെ ഷിജുവും അതുപോലെ തന്നെ ശ്യാം, ഇവരുടെ 2 പേരുടെയും ഇൻഫിനിറ്റി പെൻഡന്റ് തിരിച്ചെടുക്കുകയാണ്.
തിരിച്ചെടുക്കുകയാണ്. ഷിജു, ശ്യാം ഇവരുടെ ഇൻഫിനിറ്റി പെൻഡന്റ് തിരിച്ചെടുത്ത് ബാക്കി ഇൻഫിനിറ്റി പെൻഡന്റ് സ്വന്തമാക്കി ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനെയും കൂടെ വിളിച്ചിട്ട് അതിൽ നിന്നും ഒരാളെ, ബാക്കിയുള്ള കണ്ടസ്റ്റൻസ്, അതായത് അവിടെ ഇരിക്കുന്ന ഈ ഒരു 10 പേരിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നത്തെ തോറ്റ ടീമിൽ നിന്നല്ലാതെ ബാക്കി ഇരിക്കുന്ന 30 കണ്ടസ്റ്റൻസിൽ നിന്നും ഈ ഇൻഫിനിറ്റി പെൻഡന്റ് നേടിയ ആൾക്കാർക്ക് ഒരാളെ ഡേഞ്ചർ സോണിലേക്ക് വിളിക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഒരാളെ തിരഞ്ഞെടുക്കുകയാണ്. ആ ഒരു തിരഞ്ഞെടുക്കുമ്പോൾ പോലും ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രോപ്പറായി നടക്കുന്നില്ല. ജഡ്ജസിന് അതിനകത്ത് ഇടപെടേണ്ടി വന്നു. ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ശക്തമായിട്ടുള്ള ഇടപെടലുകളും ജഡ്ജസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും ഉണ്ടായി. ഇതൊരു അഗ്നിപരീക്ഷയാണ്. ഈ ഒരു സ്റ്റേജിൽ പോലും കണ്ടസ്റ്റൻസിന് പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഷുഗർ കോട്ട് ചെയ്ത് കണ്ടസ്റ്റൻസ് നിൽക്കുന്നു. പ്രോപ്പറായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം ബിഗ് ബോസിലേക്ക് എത്തിയില്ല. അതിന് മുന്നേ തന്നെ ഇവരെല്ലാവരും ഇങ്ങനെയാണ്. ഒരു പ്രോപ്പറായിട്ടുള്ള സംസാരങ്ങളോ ഡിസ്കഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഡിസിഷനോ അല്ലെങ്കിൽ മൊത്തത്തിൽ പോയിന്റ്സിന് വേണ്ടിയും ജഡ്ജസിനെ പ്രീതി നേടാൻ വേണ്ടിയിട്ട് സോപ്പിട്ട് നിർത്തുക, ഷുഗർ കോട്ട് ചെയ്ത് നിൽക്കുക, ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ശക്തമായിട്ട് രഞ്ജിനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടസ്റ്റൻസിന് നേരെ ഭയങ്കരമായിട്ട് കറക്കുന്ന ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. എന്താണെങ്കിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് കുറച്ച് പേര് പൂജയുടെ പേര് പറയുന്നു, കുറച്ച് പേര് അഫിയയുടെ പേര് പറയുന്നു. അങ്ങനെ ഇവരെല്ലാം കൂടെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ജഡ്ജസ് ഇതിനകത്ത് ഇടപെട്ടാണ് അതിൽ നിന്ന് ഒരാളെ, നമ്മുടെ അഫിയ നാസിനെ നമ്മൾ ഈ പറയുന്നത് പോലെ ഡേഞ്ചറസ് സോണിലേക്ക് ഇടുന്നത്. ഇതിന്റെ ഇടയ്ക്ക് പൂജേനെ കൊണ്ടുവന്നിരുന്നു. പിന്നെ പൂജേനെ തിരിച്ചു വിട്ടിട്ട് അഭയ നാസിനെ എല്ലാവരും കൂടി ചേർന്ന് വീണ്ടും ഡേഞ്ചറസ് സോണിലേക്ക് കൊണ്ടുവരുന്നു. സോ ഈ ഒരു ഇൻഫിനിറ്റി പെൻഡന്റ് നേടി എല്ലാവർക്കും ഒരു പ്രോപ്പർ ആയിട്ടൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി ഒരാളെ തിരഞ്ഞെടുക്കാൻ സാധിക്കാതെ പോയതുകൊണ്ടും അവർ വെറുതെ ടൈം പാസ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള സമയങ്ങൾ കൊടുത്തിട്ട് അവർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വെറുതെ ഷുഗർ കോട്ട് ചെയ്ത് ഒരു പ്രോപ്പർ ആയിട്ട് എന്താ പറയുന്ന ഒരു മെജോറിറ്റി ഡിസിഷൻ എടുത്ത് ഒരാളെ ഡേഞ്ചറസ് സോണിലേക്ക് ഇടാൻ പറഞ്ഞിട്ട് അവർ പ്രോപ്പർ ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ജഡ്ജസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരിക്കുന്ന ആ ഇൻഫിനിറ്റി പെൻഡന്റ് എല്ലാം തിരിച്ചെടുക്കുന്നു. അവിടെയും ടെസ്റ്റ്. കാരണം ഇൻഫിനിറ്റി പെൻഡന്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പവർ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഇവർക്ക് സേഫ് ആകാനും അതുപോലെ തന്നെ ആരെയെങ്കിലും ഡേഞ്ചറസ് സോണിലേക്ക് ഇടാൻ, ആരെയെങ്കിലും എവിക്റ്റ് ആക്കാൻ, അതുപോലെ തന്നെ ക്യാപ്റ്റൻ ആകുന്നതിന്, ഇതുപോലെയുള്ള സമയങ്ങളിൽ ആരെയെങ്കിലും ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് ആണ് ഇവർ നഷ്ടപ്പെടുത്തിയത്. അടുത്തത് ഈ ഒരു ഡേഞ്ചറസ് സോണിലുള്ള ആൾക്കാരിൽ നിന്നും നമ്മുടെ അഭിരാം ഓൾറെഡി ആ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആണ്. അപ്പൊ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രിവിലേജ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ടീം തോറ്റതാണെങ്കിൽ പോലും ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ അഭിരാം അവിടെ നിന്ന് സേഫ് ആവുന്നു ആദ്യം തന്നെ. അടുത്തത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ നിന്ന് ഈ ഒരു ആഴ്ചയിലെ എവിക്ഷൻ ആണ് നടന്നത്. അപ്പം ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ആരൊക്കെ സേവ് ആയി അതുപോലെ തന്നെ ആരൊക്കെ എവിക്റ്റ് ആയി എന്ന് ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് സേവ് ആയവർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ശ്യാം സേവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീനി സേവ് ആയിട്ടുണ്ട്. അതുപോലെ അടുത്ത സേവ് ആയിരിക്കുന്നത് ഷാമോൻ, പിന്നെ അടുത്തത് ഷിൻജിത്ത്, അതുപോലെ തന്നെ ഡേഞ്ചറസ് സോണിലേക്ക് നമ്മുടെ ഇൻഫിനിറ്റി പെൻഡന്റ് ഉണ്ടായിരുന്നവരെല്ലാം കൂടി ചേർന്ന് തെരഞ്ഞെടുത്തു വിട്ട അഫയ നാസിനെയും സേഫ് ആക്കിയിട്ടുണ്ട്. ബാക്കി എവിക്റ്റ് ആയവർ എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മുടെ ബിജു എവിക്റ്റ് ആയിരിക്കുകയാണ്. അടുത്തത് ആരാധ്യ, നിതിൻ ദാസ്, അതുപോലെ തന്നെ റാഷ. ഇവർ 4 പേരാണ് ഈ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്കുള്ള അഗ്നിപരീക്ഷ റൗണ്ടിൽ എവിക്റ്റ് ആയിരിക്കുന്ന ആദ്യ 4 കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. എനിവേസ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു തീപ്പൊരി തന്നെ ആയിരുന്നു. ജഡ്ജസ് ആണെന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഇടപെടലുകൾ നടത്തി. എവിക്റ്റ് ആയിരിക്കുന്ന കണ്ടസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാത്ത കണ്ടസ്റ്റൻസ് തന്നെയാണ്. മറ്റു പലരും അവിടെ ഉണ്ടെങ്കിൽ പോലും ഇവരും പ്രത്യേകിച്ച് തങ്ങളുടെ അഭിപ്രായങ്ങളോ നിലപാടുകളോ ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. ഗെയിമുകളിലാണെന്നുണ്ടെങ്കിലും ഇവരുടേതായിട്ടുള്ള കഴിവുകളൊന്നും കാണിക്കാൻ സാധിച്ചില്ല. ഈ പറയുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവരെയും എവിക്റ്റ് ചെയ്യണമല്ലോ. ഈ പറയുന്നത് പോലെ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒന്നും വെയിറ്റ് ചെയ്യാനുള്ള സമയങ്ങളില്ല. കിട്ടുന്ന അവസരങ്ങളിൽ മാക്സിമം നേരത്തെ തന്നെ ഇവരുടെ കഴിവ് തെളിയിക്കേണ്ടിയിരിക്കുന്നു. സോ ഈ ഒരു എവിക്ഷൻ പ്രോപ്പർ ആയിട്ടുള്ള വേയിൽ തന്നെ നിലവിൽ ഡിസേർവിംഗ് ആയിട്ടുള്ളവർ തന്നെയാണ് പുറത്തു പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും അവരുടെ കഴിവുകൾ കാണിക്കാൻ സാധിക്കാത്ത കുറച്ച് ആൾക്കാരാണ്. എനിവേസ് നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു മൂന്നാമത്തെ എപ്പിസോഡ്? നമ്മുടെ ജഡ്ജസിന്റെ തീരുമാനങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു? അതുപോലെ ഇന്നത്തെ പെർഫോമൻസും കണ്ടസ്റ്റൻസിന്റെ തെരഞ്ഞെടുക്കലും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആയിരുന്നു എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.